അപ്പൊ നമുക്കും പോയാലോ എമ്പുരാൻ കാണാൻ? പോവാ ദീപേട്ടാ? SM സ്ട്രീറ്റിലുള്ള രാധാ തിയേറ്ററിലായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ സിനിമ തുടങ്ങാൻ കുറച്ചധികം സമയം ഉള്ളതുകൊണ്ട് നമ്മൾ അതിലൂട്ടിയൊക്കെ ഒന്ന് നടന്ന് പിന്നെ നേരെ തിരിച്ച് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്ന് വലിയ ഫ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു എമ്പുരാൻ്റെ. ലാലേട്ടൻ്റെ ലുക്കൊക്കെ നോക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരി വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കളരി. മൂവി അടിപൊളിയായിരുന്നു. നമുക്കിങ്ങനെ രോമാഞ്ചം തരുന്ന പല സീൻസും ഉണ്ടായിരുന്നു. മഞ്ജു വാര്യരായാലും മോഹൻലാലായാലും പൃഥ്വിരാജായാലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പുതിയ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 12 മണീൻ്റെ ഷോൻ്റെ ആൾക്കാർ കാരണം ഫുള്ള് തിയേറ്റർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് നടക്കാവുള്ള ഹങ്കർ ഗെയിംസ് കഫേയിലാണ് കയറിയിട്ടുണ്ടായത്. എന്നിട്ട് നമ്മൾ ഒരു നൂഡിൽസും ഞാനൊരു മക്രോണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. കുടിക്കേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോവും കൂടി ഓർഡർ ചെയ്തു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ 60 റുപ്യയാണ് ഈ ഒരു മക്രോണിക്കും പിന്നെ ഇതിനും നമ്മുടെ നൂഡിൽസിനും മൊജിറ്റോക്കും ഒക്കെ വരുന്നത്. 60 റുപ്യക്ക് എന്തുകൊണ്ട് ലാഭമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ നല്ല അത്യാവശ്യം നമ്മളെ വയറ് നിറയുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.